ഞാൻ തന്നത് HDFC ലൈഫ്, അതാണോ അതിന് മുന്നേ ഏതോ ഒന്ന് തന്നു, LICയോ ഏതോ ആയിക്കോട്ടെ. ഇപ്പൊ HDFC ലൈഫ് എന്നൊരു ഇത് തന്നു. ഇതാ സിമ്പിളായിട്ട് നിങ്ങൾ ഗൂഗിൾ എടുക്കുക, ഇതാ നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വേറെ ഒന്നും അറിയണ്ട. HDFC ലൈഫ് കമ്പനി ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഷെയർ പ്രൈസ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഗൂഗിളിൽ വരും. ഇതാ HDFC ലൈഫ്സ് ഓവർവ്യൂ നോക്കൂ. ഈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കൂ. ഇതിൽ 1 ഡേയിലെ ഗ്രാഫ് ഇത്രയേ ഉള്ളൂ. HDFC ലൈഫ് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഇവിടെ അറിയാൻ പറ്റും. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇസ് എ ലോങ് ടേം ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ മുംബൈ ഓഫറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സർവീസ് ആൻഡ് ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഓഗസ്റ്റ് 2000. ഓഗസ്റ്റ് 14, 2000. കുറച്ചും കൂടെ ഡീറ്റെയിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. ഒരിക്കൽ കൂടെ നോക്കുക. കമ്പനി ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ഹൗസിംഗ് HDFC ആൻഡ് വൺ ഓഫ് ദ ലീഡ്. ഇപ്പോൾ HDFC ഇല്ല, HDFC ബാങ്കും ഒന്നായി മെർജറായി, അത് ഓർത്തോളാം. ഇതിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ്? HDFCയും പിന്നെ സ്റ്റാൻഡേർഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള മൊറീഷ്യസിലുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഹോൾഡ് 51% അവരുടെ കയ്യിൽ ഷെയറുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 52%, ഓൾമോസ്റ്റ് 52. ആൻഡ് 34.75% സ്റ്റേക്ക് ഇൻ HDFC ലൈഫിലുണ്ട്. 34 റിമൈനിങ് ഈസ് ഹെൽഡ് ബൈ പബ്ലിക്. അപ്പോൾ എത്രയായി? 52 34, ഓൾമോസ്റ്റ് 90% ആരുടെ കയ്യിലാണ്? പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഷെയർസാണ്. ബാലൻസ് നിയർലി ഒരു 10+ ഷെയർസ് മാത്രമേ എവിടെയുള്ളൂ? പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ. അതേ ഷെയർ മാർക്കറ്റിലുള്ള ഷെയർസിൻ്റെ വ്യാപ്തി എത്രയാണ്? വെറും 10% ഉള്ളൂ. അപ്പോൾ അത് നല്ല ഷെയർ ആണെന്ന് അർത്ഥം. പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസ് കൂടുന്തോറും ഷെയറിൻ്റെ നല്ല ക്വാളിറ്റി എന്നുള്ള ഒരു പാർട്ട് ഓഫ് ക്വാളിറ്റി ഡിസൈഡ് ചെയ്യാനുള്ള ഫാക്ടർ 1. നമ്പർ 2, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് കമ്പനി ഹിസ്റ്ററി, കോർപ്പറേറ്റ് ഹിസ്റ്ററി, നിങ്ങൾ അതൊക്കെ നോക്കാം. കീ നോട്ട്സ് നോക്കാം. കമ്പനി പബ്ലിക് ലിമിറ്റഡ് ആണ്, ട്രേഡഡ് BSEയിലുണ്ട്, NSEയിലുണ്ട്, ISN. ഇതിൻ്റെ ആവശ്യമില്ല. ഇൻഡസ്ട്രി ഏതാണ്? ഫിനാൻഷ്യൽ സർവീസ് ആണ്. ഫൗണ്ടഡ് ഏതാണ്? 2000 ഇത് കമ്പനി IPO ലോഞ്ച് ചെയ്തത്. ഏരിയ, സെക്ടർ, പ്രോഡക്റ്റ്, ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, റവന്യൂ. ഈ റവന്യൂ നോക്കൂ, ഇതാ ഗ്രീൻ ആരോടുകൂടി കാണിച്ചിട്ടുണ്ട്. 71,191 കോടി രൂപയുടെ റവന്യൂ ആണ് അവർക്കുള്ളത്. അതായത് $8.9 ബില്യൺ റവന്യൂ 2023. ഇനി ടോട്ടൽ അസറ്റ് നോക്കൂ. ടോട്ടൽ അസറ്റ്, നെറ്റ് ഇൻകം നോക്കൂ. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ആഫ്റ്റർ ടാക്സ്, എല്ലാ ടാക്സും കഴിഞ്ഞ് പ്രോഫിറ്റിൽ നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മൾ. അത് രണ്ടാമത്തെ പോയിന്റ്. 2000 ആരംഭിച്ച് 24 വർഷം ഈ ഹിസ്റ്ററിയുള്ള ഒരു സ്ഥാപനം. അത് 71,000 കോടി അതിൻ്റെ റവന്യൂ ഉണ്ട്. അതിന് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ചെലവും പോയിട്ട് അത് സമ്പാദിച്ചത് എത്രയാണ്? 1364 കോടി 2023 അതിൻ്റെ കണക്ക് അപ്രോക്സിമേറ്റ്ലി. പിന്നെ അസറ്റ് എത്രയാണ് നോക്കൂ. 2,47,872 കോടി രൂപയുടെ അസറ്റ് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയും, AUM, അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കീഴിലുള്ള അസറ്റ് അത്രയുണ്ട്. ടോട്ടൽ ഈക്വിറ്റി എത്രയാണ്? അത് കുറവാണ്. അതാണ് നെഗറ്റീവ് കാണുന്നത്. എത്രയാ? 12,990 കോടി മാത്രമേ ഉള്ളൂ ഈക്വിറ്റി ഷെയർസ്. അതിൽ ഇത് ഇത്രയെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ അറിയത്തില്ലേ? ഗൂഗിളിൽ പോവുക, ഇത് നോക്കുക, അത് കഴിഞ്ഞ് വീണ്ടും ഷെയറിലേക്ക് വരിക, വന്നിട്ട് ഇതാ ഈ ഗ്രാഫ്, വേറെ ഒരു ഗ്രാഫും നിങ്ങൾ നോക്കണ്ട, ഈ ഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. ഇത് നോക്കൂ, ഇവിടെ നോക്കൂ. ഇത് എപ്പോഴാണ്? വലുതാക്കാൻ പറ്റില്ലേ? ഇത് 1 ഡേയിലാണ്. നമുക്ക് 1 ഇയർ എടുക്കാം. 1 ഇയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രാഫ്. ഇത് 1 ഡേയിൽ ഇന്നത്തെ ദിവസമാണ്. രാവിലെ ഇവിടെ തുടങ്ങി ഷെയർ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി നിൽക്കുന്നു. ഇതിന് 1 ഇയർ എടുത്ത് ചുമ്മാ നോക്കൂ. 1 ഇയർ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? അതായത് ഒരു കുഞ്ഞിൻ്റെ രീതിയിൽ നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതായത് ഒരു കുഞ്ഞുകുട്ടി ആദ്യം ജനിക്കുന്നു, അത് വളർച്ചയെത്തുന്നു, അവന് ഇച്ചിരി കുറുമ്പൊക്കെ ഒരേ സ്റ്റഡി ആയിട്ടല്ല അവൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അവൻ്റെ ചില ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് വീണ്ടും അതേ രീതിയിൽ തന്നെ, പക്ഷേ ഫ്രം ദി ബിഗിനിങ് അത് സ്ലോലി കയറി വരുന്നു. ഇനിയും ഇവിടെ എത്തുന്നു. ഇവിടെ ഒരു ലോ വന്നു. അത് 2023 ഒരു ഫോള് വന്നു. അതിനുശേഷം അവൻ സ്റ്റഡി ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ലോഞ്ച് ചെയ്ത സമയത്തുള്ള റേറ്റും എപ്പോഴാണ്? 2017 ലോഞ്ച് ചെയ്ത്, അതിന് മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് മാക്സിമം ഇതിലുള്ളത്, അവൈലബിൾ ഉള്ളത്. 2019 17 ഒരേ റേഞ്ചിൽ വന്നു. അതിനുശേഷം ഒരിക്കലും അത് താഴ്ന്നിട്ടില്ല. ഗ്രാഫ് എങ്ങനെയായാലും മേളിലോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ സ്റ്റോക്ക്
ഇവിടെ നോക്കൂ, 2023 മാർച്ചിൽ ഒരാൾ വാങ്ങിച്ചിരുന്നെങ്കിൽ, 23 മാർച്ചിൽ ഒരാൾ വാങ്ങിച്ച ആൾക്ക് 492 രൂപ അന്നത്തെ വില. ഇന്നത്തെ വില നോക്കൂ, അതേ മാർച്ചിൽ 614 രൂപ, 50% ഗ്രോത്ത് കൊടുത്തു. 50% ഗ്രോത്ത് ഈ കമ്പനി കൊടുത്തിരിക്കുന്നു. ഇതേ മാർച്ചിൽ, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ സ്റ്റോക്ക് വാങ്ങിച്ച ഒരാൾക്ക് ഇന്ന് അയാൾക്ക് 12 മന്ത്സ് കഴിയുമ്പോൾ 50% ഗ്രോത്ത് കൊടുത്തിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ദി സ്റ്റോക്ക് ഈസ് ഗുഡ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്ന് എടുത്തു വെച്ചിട്ട് ചിലപ്പോൾ വരുന്ന ഒരു മാസത്തേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി ഇംബാലൻസ് ആകരുത്. ഈ റേഷ്യോ നിങ്ങൾ ചുമ്മാ നോക്കൂ. ഇനി ഇവിടെ എത്തിയിട്ട് അതിനും തൊട്ട് മുമ്പിൽ, അതാണ് അടുത്ത ഐറണി നോക്കൂ, 2017 ഇത് 750 രൂപയ്ക്ക് വാങ്ങിച്ച് ഒരാൾ, അയാൾ ഇപ്പോഴും ലോസിലാണ്. തിരിച്ചത് 614 ഇപ്പം നിൽക്കുന്നുള്ളൂ. ഇനിയും 100 പോയിന്റ് അയാൾക്ക് കയറി കിട്ടണം. 7 വർഷത്തിന് മുമ്പ് വാങ്ങിച്ച ആളാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അയാൾ 7 വർഷം മുമ്പ് വാങ്ങിച്ചു, പക്ഷെ അയാളുടെ ക്യാപിറ്റൽ ഡൗൺ ആയി. ഇത്രയും ഡൗൺ ആയിട്ടും പിന്നെ തിരിച്ച് നോക്കൂ, അവിടെ നിന്ന് താഴ്പോട്ട് വന്നത്, അയാൾക്ക് വാങ്ങിച്ച ആൾക്ക് 717 വാങ്ങിച്ചു, 730 വാങ്ങിച്ചു 2021. അത് മാറി വരുന്നു, 21 കേട്ടോ, 17 21 സോറി 17 21 3 വർഷം മുമ്പ് 21 750 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് എത്ര വരെ പോയി? 490 വരെ പോയി. പക്ഷെ തിരിച്ച് വീണ്ടും ഇപ്പോൾ 614 വന്നേക്കുന്നു. ഇനി കേവലം 130 രൂപ. ഇനി അടുത്ത ഇപ്പം തന്നെ എത്ര വർഷമായി? 11 3 വർഷമായതേ ഉള്ളൂ. ഇനി ഒരു 2 കൊല്ലം കഴിയുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് മേളിലോട്ട് കയറും. കാരണം ഇൻഷുറൻസ് സെക്ടേഴ്സ് എല്ലാം ഇപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അതിശക്തമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അയാൾക്ക് പ്രോഫിറ്റിലേക്ക് വരും. അപ്പം നമ്മൾ എങ്ങനത്തെ പ്രോഫിറ്റ് വരും? ചില സമയത്ത് ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് 21 എന്ന് പറയുന്നത് ഏത് പീരീഡാണ്? കൊറോണ പീരീഡാണ്, അറിയാലോ. അതിനുശേഷം ഇൻഷുറൻസ്, കാരണം ഇൻഷുറൻസ് സെക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ബാധിച്ച സെക്ടർ ഏതൊക്കെയാണ്? ഇൻഷുറൻസ് സെക്ടർ. പക്ഷേ ഏറ്റവും പ്രോഫിറ്റബിൾ സെക്ടർ വന്ന ഏതാണ്? ഹെൽത്ത് സെക്ടർ ആയിരുന്നു. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നേരെ കാരണം 100 പേര് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടടുത്ത് എത്രയായി? അതിൻ്റെ 1000 മടങ്ങ് ആയിപ്പോയി ആ പീരീഡിൽ. അപ്പോൾ എന്ത് പറ്റി? ഇവർക്കൊക്കെ ഇൻഷുറൻസ് ക്ലെയിംസ് കൂടുതൽ വരത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് കമ്പനീസിന് അത് എന്തുണ്ട്? അവരുടെ ലാഭവിഹിതം കുറഞ്ഞു. അത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനൊരു ഡ്രാസ്റ്റിക് ഫോൾ ഇവിടെ വന്നത്. പക്ഷേ ഈ ഫോളിന് ശേഷം അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാണ് ഈ കാണുന്നത്. അതാ നോക്കി, ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്, കണ്ടോ? ഇത് മാക്സിമം ഇയേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫ്ലാഗ് ആൻഡ് പോൾ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് കയറി അടുത്ത ലെവൽ വീണ്ടും ഈ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള 680, ദെൻ അഗെയിൻ 750, ദെൻ അഗെയിൻ അത് 1000, 1200 ആ റേഞ്ചിൽ അങ്ങനെ പോകും. ഇപ്പം ഇത്രയും മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന് അനാലിസിസ് നടത്തിയതിൽ ഒരു ഗൂഗിൾ എടുത്ത് അനാലിസിസ് പോലും നടത്താൻ പറ്റാതെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഫണ്ടമെൻ്റൽ എന്താണ്, അതിൻ്റെ PE റേഷ്യോ എന്താണ്, അതിൻ്റെ PB റേഷ്യോ എന്താണ്, അതിൻ്റെ ROE എന്താണ്, ROCE എന്താണ്, ഇതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്കുള്ള വിഷയവും അല്ല. നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ആ സ്റ്റോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതിൻ്റെ ഫൗണ്ടേഴ്സ് എങ്ങനെയാണ്, അത് നല്ല ബ്രാൻഡ് നെയിം ഉള്ളതാണ്. ബ്രാൻഡ് നെയിം ഇല്ലാത്തത് പോലും വൈഭവ് ഗ്ലോബൽ എത്ര പേർക്കറിയാം? നല്ല സ്റ്റോക്കാണ്. തെർമാക്സ് നല്ല സ്റ്റോക്കാണ്. അതുകൊണ്ട് ബ്രാൻഡ് നെയിം ഇല്ലാത്തത് കൊണ്ട് അത് മോശം എന്നർത്ഥമല്ല. പിന്നെ ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ട് അത് വലിയ സൂപ്പർ ഹിറ്റ് എന്നും അർത്ഥമല്ല. എല്ലാം നമ്മൾ ചിന്തിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾ ഞാൻ എന്തിനാ ഇതെടുത്ത് ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. സോ ഇതേ ആള് 5 കൊല്ലം 3 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാൾക്ക് ഇപ്പം എടുത്ത സ്റ്റോക്ക് ഇപ്പം HDFC ലൈഫ് നഷ്ടത്തിലാണ്. പക്ഷേ അയാൾ 5ാമത്തെ കൊല്ലം എത്തുമ്പോൾ അയാളുടെ പ്രോഫിറ്റ് ഞാൻ 100% പറയുന്നു 2 ഇരട്ടിയാവും, ഉറപ്പാണ്. പക്ഷേ അത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് കുറവായിരിക്കും.
ദാറ്റ്സ് വൺ അനദർ സ്റ്റോക്ക്. നമ്മൾ ഒരു സ്റ്റോക്ക് മാത്രമല്ലോ. സി ഇതുപോലുള്ള നമ്മൾക്ക് വെൽത്ത് ക്രിയേഷന് നല്ല 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 സ്റ്റോക്സ് ഉണ്ട്.